നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഒരിടയനും ഒരു തൊഴുത്തുമാകും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവയെ ഞാൻ അനുഗമിക്കുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഒരു കുരുടന് ലഭിച്ച സൗഖ്യനിമിത്തം പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ മുദ്രവിക്കാനും കല്ലെറിയാനും ഒക്കെ ശ്രമിച്ച സമയത്ത് താൻ വാസ്തവത്തിൽ ആരാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. യേശുവോട് പറയുന്നത്, ബൈബിളിൽ പറയുന്ന നല്ല ഇടയൻ എന്ന് പറയുന്ന ദൈവം ഞാനാണ്, പിതാവ് എന്നെ അയച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നത്. ഈ യഹൂദ പ്രമാണികളെ ചൊടിപ്പിച്ച ഏറ്റവും വലിയ കാര്യം, യേശു എങ്ങോട്ട് തിരിയുന്നു അവിടെ എല്ലാം ആയിരക്കണക്കായ ആളുകൾ യേശുവിൻ്റെ വചനം കേൾക്കാൻ, ചിലർ യേശുവിനാൽ രോഗസൗഖ്യം കിട്ടാനാണ് എന്നുള്ളത് ശരിയാണെങ്കിലും കഴിഞ്ഞ 400 വർഷങ്ങളായിട്ട് മലാഖി എന്ന പ്രവാചകന് ശേഷം ദൈവവചനമില്ലായിരുന്നു. ഈ 400 വർഷം കഴിഞ്ഞിട്ട് യോഹന്നാൻ ശാപകനാണ് വളരെ കുറച്ചു കാലം, ഒരു 6 മാസത്തോളം ദൈവവചനം പറഞ്ഞത്. പിന്നീട് യേശു ഗലീലയിലും ശമര്യയിലും യഹൂദിയയിലുമായിട്ട് ചുറ്റി സഞ്ചരിച്ച് ദൈവവചനം പറയുകയാണ്. എന്ന് മാത്രമല്ല, സകലവിധ ദീനക്കാർക്കും സൗഖ്യം നൽകുന്നു, വെള്ളത്തെ വീഞ്ഞാക്കുന്നു, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നു, കടലിൻ്റെ മീതെ നടക്കുന്നു, കാറ്റിനെയും കടലിനെയും ശാസിച്ച് അമർത്തുന്നു, മത്സ്യങ്ങളെ കടലിൽ നിന്ന് തുരത്തുന്നു, മത്സ്യങ്ങളെ വലയിൽ ആക്കുന്നു എന്ന് വേണ്ട. യേശുവിനാൽ കഴിയാത്തത് ഒന്നുമില്ല. തീർച്ചയായിട്ടും യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് എന്ന് മനസ്സിലാക്കി സാധാരണ യഹൂദന്മാർ യേശുവിനെ അനുഗമിക്കുകയാണ്. പക്ഷേ യഹൂദ പ്രമാണികൾ ബൈബിൾ നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്ന അവർ ചിന്തിക്കുന്നത്, സ്വർഗത്തിൽ ഒരു ദൈവമല്ലേ ഉള്ളൂ, ഏകദൈവം എന്ന് വാക്യവുമുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നു, പിതാവ് എന്നെ അയച്ചു, ഞാൻ പുത്രനായ ദൈവമാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അവർക്കത് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഒരു ദൈവമേ ഉള്ളൂ എന്നല്ല, ഏകൻ, യഹോവയായി ഞാൻ ഏകനാകുന്നു എന്നാണ്. ഏകനെന്ന് പറയുന്നത് ഒരു എന്ന് പറയുന്നത് രണ്ടാണ്. ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് അവർ മേലാൽ രണ്ടല്ല, ഏകദേഹമത്രേ. 2 വ്യക്തിത്വങ്ങളാണ്, 2 ശരീരഘടന, അല്ലെങ്കിൽ 2 സ്വഭാവം, 2 ശബ്ദം, 2 ആരോഗ്യം, 2 നിറം, 2 നീളം. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ബൈബിൾ പറയുന്നു അവർ ഏകദേഹമാണ്. അതുപോലെ ബൈബിളിലെ ദൈവം ഏകദൈവമാണ്. ഒന്നിലേറെ ആളത്തങ്ങൾ കൂടുന്ന ഏകദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 ആളത്തങ്ങൾക്കും തുല്യ സാരാംശമാണ്. അതുകൊണ്ടാണ് ഏകദൈവം എന്ന് പറയുന്നത്. പക്ഷേ യഹൂദന്മാർക്കത് കൃത്യമായിട്ട്, യഹൂദ പ്രമാണികൾക്കത് മനസ്സിലായില്ല. എന്നാൽ യേശുവിനാൽ ലഭിച്ച ആ രോഗസൗഖ്യം, യേശുവിനാൽ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ട ആളുകൾ തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്,
എന്നതിൽ ഉറച്ചുകൊണ്ട് അവർ യേശുവിനെ അനുഗമിക്കുകയാണ്. പക്ഷെ തങ്ങളുടെ പക്ഷത്തു നിന്ന് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. യേശു പിശാചിൻ്റെ ശക്തിയാൽ അല്ലെങ്കിൽ ഒരു ഭൂതത്തിൻ്റെ ശക്തിയാലൊക്കെയാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവരുടെ ധാരണ. പണ്ടും കള്ളപ്രവാചകന്മാർ അങ്ങനെ പിശാചിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കള്ളപ്രവാചകന്മാരെ പോലെ ഒരു കള്ളപ്രവാചകൻ ആണ് യേശുവെന്ന് വിചാരിച്ച് അവര് യഹൂദന്മാരെ രക്ഷിക്കാൻ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ യേശുവിനെ കല്ലെറിയാനും കൊല്ലാനും ഉപദ്രവിക്കാനും തുരത്താനും ഒക്കെ ശ്രമിക്കുന്നത്. എന്നാൽ യേശു ഇവിടെ പറയുകയാണ്, പിതാവിനെ അയച്ചതാണ്, ഞാൻ ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാനാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച് മനുഷ്യനെ സ്നേഹിച്ച് എൻ്റെ ജീവനെ അർപ്പിക്കും. ആരും എന്നോട് അത് അപഹരിക്കുന്നതല്ല, എന്നെ ആരും കൊല്ലുന്നതല്ല, ഞാൻ മനസ്സായിട്ട് എൻ്റെ ജീവനെ അർപ്പിക്കും. എന്നാൽ ഞാൻ ആ ജീവനെ തിരിച്ചെടുക്കും. എൻ്റെ ജീവനെ അർപ്പിക്കാനും തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. അത് പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പിതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള അധികാരമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആടുകളായ മനുഷ്യരെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശു കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങളല്ലാത്ത ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ പുലർത്തേണ്ടതാണ്. ഒരു ഇടയനും ഒരു തൊഴുത്തുമാകും. അവർക്ക് മനസ്സിലായില്ല. പക്ഷേ യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത് തൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യഹൂദന്മാർ മാത്രമല്ല, യഹൂദരല്ലാത്ത പുറജാതികളും പരിച്ഛേദനയോ പത്തുകൽപ്പനയോ പെരുന്നാളുകളോ യാഗങ്ങളോ ദേവാലയമോ പുരോഹിതന്മാരോ ഒന്നുമില്ലാത്ത പുറജാതികളായ ആളുകളും മാനസാന്തരപ്പെടുവാൻ തൻ്റെ ആളുകളാകാൻ ഇടയായിത്തീരും. ഞാൻ അവരെ ചേർത്ത് ഒരു തൊഴുത്ത് എന്നുള്ള നിലയിൽ സഭ രൂപപ്പെടുത്തും. അതാണ് യേശുവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതൊന്നും പ്രമാണികൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ സാധാരണ ജനത്തിന് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും യേശു ദൈവമാണെന്നുള്ളതിൽ അവർക്ക് സംശയമില്ലായിരുന്നു. അവർ യേശുവിനെ ഒരിടയൻ്റെ പിന്നാലെ ആടുകൾ എന്ന പോലെ അനുഗമിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിലെ എല്ലാ സത്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥതലങ്ങൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞാൻ മാനസാന്തരപ്പെടുകയുള്ളൂ, സ്നാനപ്പെടുകയുള്ളൂ എന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന ആളുകളുണ്ട്. ഇല്ല, യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട ശേഷമാണ് അപ്പോസ്തലനായ ഉപദേശം പഠിക്കേണ്ടതും അത് പ്രമാണിക്കേണ്ടതും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.